നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവവൈതലേ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കുകയില്ല. കാരണം നീ വീണ്ടും ജനിച്ചത് സ്വർഗത്തിലേക്കാണ്. നീ വീണ്ടും ജനിച്ചത് നിത്യതയിലേക്കാണ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താലാണ് നീ വീണ്ടും ജനിച്ചത്. ദൈവത്തിൻ്റെ വചനം കെടാത്ത ബീജമാണ്, ജീവനുള്ള നിലനിൽക്കുന്ന വചനം. ദൈവഭക്തനായ യോബ് പറഞ്ഞു, ദൈവം എന്നോട് കൂടെയുണ്ട്, എൻ്റെ മൂക്കിൽ ഇപ്പോഴും ശ്വാസമുണ്ടല്ലോ. അതികഠിനമായ ശോധനയുടെ നടുവിലും ഭക്തി വെളിപ്പെടുത്തിയ വാക്കുകൾ. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പോലും പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ വെള്ളത്തിൻ്റെ ഗന്ധം കിട്ടുമ്പോൾ അത് വീണ്ടും പൊട്ടിക്കിളർക്കുന്നത് പോലെ ഭക്തനും പുറത്തു വരും. ഈ കഷ്ടതയെ ഞാൻ അതിജീവിക്കുമെന്നാണ് യോബ് പറഞ്ഞത്. ദൈവത്തിൻ്റെ വചനത്താലാണ് നീ വീണ്ടും ജനിച്ചത്. അത് കെടാത്ത ബീജം, ജീവനുള്ള നിലനിൽക്കുന്ന വചനം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കത്തില്ല. നീ യേശുവിൻ്റെ രക്തത്തിൻ്റെ വകയാണ്. യേശു കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നിന്നെ സ്വന്തമാക്കിയിരിക്കുമ്പോൾ ഇന്ന് പകൽ നിനക്കെതിരെ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കുകയില്ല. വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലത്രേ പിതാവ് നിന്നെ വിലയ്ക്ക് വാങ്ങിയത്. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കുകയില്ല. കാരണം ദൈവം നിന്നെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നിന്നെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല. നീ നശിച്ചു പോകത്തില്ലെന്ന് യേശു പറഞ്ഞിരിക്കുമ്പോൾ, അവൻ്റെ കരങ്ങളിൽ നീ പൊതിയപ്പെട്ടിരിക്കുമ്പോൾ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കത്തില്ല. രാത്രിയിലെ ഭയമുണ്ട്, പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം. ഇതെല്ലാം ശത്രുവിൻ്റെ ആയുധങ്ങളാണ്. ഇതൊന്നും നിന്നെ തൊടില്ല. കാരണം നീ അത്യുന്നതൻ്റെ മറവിലും സർവശക്തൻ്റെ നിഴലിലും കീഴിലും പാർക്കുന്നവനാണ്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കത്തില്ല. കാരണം ദൈവം പറഞ്ഞു, നിന്നെ തൊടുന്നവൻ ദൈവത്തിൻ്റെ കൺമണിയെ തൊടുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ തകർത്ത് കളയാൻ ആർക്കും സാധ്യമല്ല. നീ നശിച്ചു പോകത്തില്ല. നിന്നെ ഒതുക്കാൻ കഴിയില്ല. നിന്നെ തളർത്താൻ കഴിയില്ല. ഒരു വേള നിന്നെ തളർത്തിയെന്ന്, നീ ക്ഷീണിച്ചു പോയെന്ന് നിന്റെ എതിരാളി പിശാച് നിന്നെ നോക്കി പറഞ്ഞേക്കാം. എങ്കിലും ദൈവം നിന്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും. നീ ഇന്ന് തലകുനിഞ്ഞിരിക്കുന്നവനാണ്. നാളെ ദൈവം നിന്റെ തല ഉയർത്തും, പുതിയ എണ്ണ തേപ്പിക്കും.
നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.